Good afternoon all. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മെയിൻ കോമ്പോണൻസ് ഓഫ് വാർഡ് അല്ലെ, ഒരു വാർഡിന്റെ ഉള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത്. 4 ഘടകങ്ങളായിരുന്നു: ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ആൻഡ് സാനിറ്ററി ഏരിയ. then നമ്മൾ ഓരോ ഏരിയയിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് അല്ലെ. അപ്പൊ നമ്മള് ഒരു വാർഡ്, ഹോസ്പിറ്റലിനുള്ള ഒരു വാർഡ് എന്താണ്, ഏത് ചാപ്റ്റർ ആണെന്നോ? വാർഡ്, ഹോസ്പിറ്റൽ വാർഡ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, ക്ലാസ്സിൽ ഉണ്ടായില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും? മിസ്സായിട്ടുണ്ടോ ക്ലാസ്? ഓക്കെ, അപ്പോ നെക്സ്റ്റ് അപ്പൊ നമ്മൾ പഠിച്ചു ഹോസ്പിറ്റലിലെ വാർഡ് എന്ന് പറയുന്നത് എന്താണ്, വാർഡിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ എ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഒരു ഹോസ്പിറ്റൽ, ഒരു വാർഡ്, ഒരു നല്ലൊരു വാർഡ് ആയിരിക്കണമെങ്കിൽ അതിന് എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന്. ഇപ്പൊ നമ്മൾ പറയും ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണമെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നോക്കി ഫാക്ടേഴ്സ്, ഒരു നല്ലൊരു വാർഡ്, ഒരു ഹോസ്പിറ്റലിലെ വാർഡ് നല്ലതാവണമെങ്കിൽ എന്തെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കണം നോക്കാം. ഫസ്റ്റ് വന്നത് ഒരുപാട് പോയിന്റ്സുകളാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നും, കാരണം ഇനി അങ്ങോട്ട് കുറച്ച് പോയിന്റ്സുകളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, മനസ്സിലാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഇത്രയും പോയിന്റ്സുകൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയണില്ല, മനസ്സിലാക്കി വായിക്കാം. പോയിന്റ്സുകൾ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. നോക്കാം. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് അല്ലെ. ഒരു വാർഡില് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള പോളിസീസുകളും പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഇപ്പൊ ഒരു കോളേജ് ആണെങ്കിൽ ആ കോളേജിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം, എങ്കിലേ അത് നല്ല രീതിയിൽ അത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു വാർഡിൽ എന്ന് പറയുമ്പോൾ വാർഡിൽ കുറച്ച് നിയമങ്ങളും നടപടികളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പോ വാർഡിലാണെങ്കിൽ ചിലപ്പോ അധികം ഭയങ്കര സൗണ്ട് നിശബ്ദത പാലിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെ. സോ അങ്ങനെയുള്ള അവിടെയുള്ള പോളിസീസുകളും പ്രോട്ടോകോൾസുകളും കൃത്യമായിട്ട് പാലിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. ഇപ്പൊ വാർഡിലുള്ള പ്രവർത്തിക്കുന്ന നഴ്സുമാരുണ്ടാവുമല്ലോ. സോ അവര് പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം എന്ന്. അതായത് വാർഡിൽ എങ്ങനെയാണ് ഓരോ ഡ്യൂട്ടി ചെയ്യുന്നത്, അവര് നിർവഹിക്കേണ്ട ചുമതലകൾ, ഓരോ നഴ്സുമാരുടെ ഡ്യൂട്ടി ഉണ്ടാവും. ആ ചുമതലകളെ കുറിച്ച്, ആ ഡ്യൂട്ടിയെ കുറിച്ചിട്ട് നല്ലൊരു അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം എന്ന്. കാരണം എക്സ്പീരിയൻസിലുള്ള സ്റ്റാഫുകൾക്ക് തന്നെ ആയിരിക്കും. സോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും പ്ലാനഡ് ആയിരിക്കണം എന്ന്. അല്ലെങ്കിൽ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഒരു മോർണിംഗ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അവരുടെ വർക്കുകൾ. സോ അതെല്ലാം ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിരിക്കണം, ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കണം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, കൃത്യസമയത്ത് തന്നെ അവരുടെ ഡ്യൂട്ടികൾ ആരംഭിക്കും. ഇപ്പൊ നഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്കൊരു ഡ്യൂട്ടി ടൈമും കാര്യങ്ങളും ഉണ്ടാകും. സോ കൃത്യസമയത്ത് തന്നെ അവരുടെ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം. അഞ്ചാമത്തെ പോയിന്റ് പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൊട്ടീൻ. നമ്മുടെ വാർഡ് റൊട്ടീൻ, അതായത് വാർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന, പ്രിവെന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുക. ഇന്ററപ്ഷൻസ് എന്ന് പറഞ്ഞാലോ തടസ്സങ്ങള്. ഈ വാർഡിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം. വാർഡില് ചിലപ്പോ പേഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളാകാം. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? പ്രിവെന്റ് ചെയ്യണം, പ്രതിരോധിക്കണം. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞു വാർഡിലെ പോളിസികൾ, അതായത് ഇതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നയങ്ങളൊക്കെ ഉണ്ടാവും.
സോ ഈ വാർഡിലെ പോളിസികൾ തീരുമാനിക്കുമ്പോൾ അത് ഡെമോക്രാറ്റിക് ആയിരിക്കണം. എന്താ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്? ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ, ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണ്? ആർക്കാണ് ഡെമോക്രാറ്റിക്കില് ഇമ്പോർട്ടന്റ് റോള് കൊടുക്കുന്നത്? പീപ്പിളിനാണ്, ജനങ്ങൾക്കാണ്, അല്ലെ? അപ്പൊ ഇവിടെ ജനങ്ങൾ നിരീക്ഷിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റലില് അല്ലെങ്കിൽ വാർഡില് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ്, അല്ലെ? ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ പബ്ലിക് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. സോ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പോളിസീസുകൾ അവര് എന്ത് വേണം? കൊണ്ടുവരണം വാർഡില്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിസിറ്റിംഗ് ടൈം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും പേഷ്യന്റിന് കുറച്ചും കൂടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പോളിസികളും നയങ്ങളും കൊണ്ടുവരിക. ഓക്കെ, അപ്പോ ആദ്യത്തെ 4 പോയിന്റ് എനിക്ക് തോന്നുന്നു യൂസ് ഓഫ് ഡെമോക്രാറ്റിക്. ഓക്കെ, 6 പോയിന്റ് ആണ് ഞാൻ വായിച്ചത്. 6 പോയിന്റ് ക്ലിയർ ആണോ? ഫാക്ടേഴ്സ്, ഇത് ആ പോയിന്റുകൾ അതുപോലെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം അതിന്റെ ഡീറ്റെയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചെറിയ പോയിന്റുകളല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് വായിച്ചത്. 3ാമത്തെ പോയിന്റ് ആണോ? 3ാമത്തെ പോയിന്റ് പറയുന്നത് ഈ സ്റ്റേജ് വർക്ക് കൃത്യസമയത്ത് തന്നെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന്. അത് നമ്മളൊരു കൃത്യനിഷ്ഠത പാലിക്കണം. ഇപ്പൊ നഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും കൃത്യനിഷ്ഠത പാലിക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ഞാൻ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ, ദെൻ ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പരിഷ്കരണങ്ങൾ. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിലേക്ക് പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിലേക്ക് കൊണ്ടുവരിക. മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, അറ്റ്മോസ്ഫിയർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ വാർഡിലൊക്കെ കിടന്നിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ചിലപ്പോൾ നല്ല നീറ്റ് ആൻഡ് ഭയങ്കര ഒരു അവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കും ഇല്ലേ? ചില സമയത്ത് നേരെ മറിച്ച് ഓപ്പോസിറ്റ് ആയിരിക്കും. ചിലപ്പോൾ ടോയ്ലറ്റ് ഒക്കെ ഭയങ്കര എന്താ പറയാ വൃത്തിയുടെ ടോയ്ലറ്റ് ആയിരിക്കും. നമുക്കൊരു ഫെസിലിറ്റീസും ഉണ്ടായിരിക്കില്ല. ചിലപ്പോ ഒരു അല്ലെ കാരണം വൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തണം എന്നാണ് പറയുന്നത് കേട്ടോ. മെയിൻ്റനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്യണം? നിലനിർത്തി കൊണ്ടുവരണം. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിന് വേണ്ടി, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന പരിചരണത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, സാധനങ്ങൾ, വസ്തുക്കൾ, ദെൻ എക്യുപ്മെന്റ്സ്, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും പ്രൊവിഷൻ ചെയ്യണം. അതായത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പോ വാർഡിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പേഷ്യന്റിന് കൊടുക്കുന്നത്? ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അല്ലെ? ഇഞ്ചക്ഷൻ, മെഡിസിൻസ് എന്നിങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. then എക്യുപ്മെന്റ്സുകൾ, എക്യുപ്മെന്റ് അറിയാലോ. ഇപ്പോ വാർഡിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഡ്രിപ്പ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ടാകും ഇല്ലേ? കണ്ടിട്ടില്ലേ? ഡ്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ് ഉണ്ട്. ദെൻ അതുപോലെ നെബുലൈസേഷൻ ഉണ്ടാവും. ദെൻ നമ്മുടെ വാളിൽ തന്നെ ഓക്സിജൻ സിലിണ്ടർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പേഷ്യന്റിന് ആവശ്യമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. ക്ലിയർ കട്ട് അതായത് ക്ലിയർ ആയിരിക്കണമെന്ന്, ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഉത്തരവുകളെല്ലാം അതെല്ലാം കൃത്യമായിരിക്കണം എന്ന്. അതായത് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മീൻസ് ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത്, ചില ഡോക്ടേഴ്സ് പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല, അല്ലെങ്കിൽ ഒരു അവ്യക്തമായിട്ടുള്ള രീതിയിൽ പറയാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ക്ലിയർ കട്ട് ആയിരിക്കണം എന്ന്, വ്യക്തത ഉണ്ടായിരിക്കണം എന്ന്. പേഷ്യൻസിന് കൊടുക്കുന്ന ഓർഡറുകൾ ഉദ്ദേശിക്കുന്നത് അഡ്വൈസ് കൊടുക്കുമല്ലോ ഡോക്ടേഴ്സും നഴ്സസും. സോ അത് ക്ലിയർ കട്ട് ആയിരിക്കണം, വ്യക്തത ഉണ്ടായിരിക്കണം. ഓക്കെ, then accurate records, full reports. accurate records, കൃത്യമായിട്ടുള്ള രേഖകളും റിപ്പോർട്ട്സുകളും തയ്യാറാക്കിയിരിക്കണം. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പേഷ്യൻസിന് റിപ്പോർട്ട്സ്, നഴ്സുമാർക്ക് നല്ല ഡ്യൂട്ടി ഉണ്ട് അല്ലെ? അവരെന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ റെക്കോർഡുകൾ തയ്യാറാക്കണം. സോ ഈ റെക്കോർഡിൽ
കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കണം, എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസിന്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ഇതെല്ലാം ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. Then maintenance of high morale among all staff members. Maintenance of high morale among staff members. ഇത് മൊറൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറൈൽ മനോവീര്യം അല്ലെങ്കിൽ ഒരു മനോധൈര്യം അല്ലെ, നമ്മള് സ്റ്റാഫ് മെമ്പേഴ്സിന് ഒരു എന്താ പറയാ ഒരു മനോധൈര്യം കൊടുക്കണം എന്ന്. അതായത് നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലില് ഭയങ്കര എന്താ പറയാ ഭയങ്കര വർക്ക് പ്രഷർ ഒക്കെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. സോ നമ്മള് ഒരു ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും നല്ലൊരു മനോവീര്യം കൊടുക്കണം എന്ന്. എങ്കിലും അവർക്ക് നല്ല രീതിയിൽ അവരുടെ വർക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കണമെങ്കിലും അല്ലെ, മൊറാലിറ്റി എന്നല്ല പറയുന്നത്. മൊറാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധൈര്യം കൊടുക്കുക, നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മൊറാലിറ്റി അല്ല, മൊറൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ധൈര്യം കൊടുക്കാന്ന് പറയില്ലേ, സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ്. ഓക്കെ, നമുക്ക് സപ്പോർട്ട് ചെയ്താല് ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ നിങ്ങളെ ഒരാള് എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അച്ഛനും അമ്മയോ കൂടെയുള്ള ആളുകളും ഉണ്ടെങ്കിൽ നീ പഠിക്കും, നിനക്ക് ഫസ്റ്റ് കിട്ടും, അപ്പൊ അവിടെ ജോലി കിട്ടും, ഇപ്പൊ നമ്മളൊന്ന് ബാക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ബാക്ക് ചെയ്യുന്ന ഒരാൾ നമ്മളെ തള്ളാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് പഠിക്കുള്ളൂ. അങ്ങനെയാണോ? അങ്ങനെ നമുക്ക് അങ്ങനെ ആളെ നോക്കിയൊന്നും ഇരിക്കേണ്ട കേട്ടോ, നിങ്ങൾ പഠിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണേ അല്ലെ, നമ്മള് അതിനൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലിക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വരുന്നത്. സോ ഇവിടെയും പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഒരു ധൈര്യം കൊടുക്കാന്ന്, ഒരു ഹൈ മൊറൈൽ കൊടുക്കുക, മനോവീര്യം കൊടുക്കുക. സോ അവർക്ക് നല്ല രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനും സഹായിക്കുന്നു. Then establishment of good working relationship within the ward and with other associates. വാർഡിനുള്ളില്, ഇപ്പൊ വാർഡിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നഴ്സുമാരുണ്ടാവും ഇല്ലേ, ഉണ്ടാവില്ലേ? ഒരു വാർഡിലാണെങ്കിൽ അത്യാവശ്യം നഴ്സുമാരൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് എല്ലാ ഹെൽപ്പും നമുക്ക് നഴ്സുമാരോടാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഈ വാർഡിനുള്ളിലെ സ്റ്റാഫുകൾ തമ്മിൽ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ അവര് അതർ അസോസിയേറ്റ്സ്, അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റു സ്റ്റാഫുകളുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. മീൻസ് എന്താണ്, പരസ്പരം പാരവെച്ച് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് റിലേഷൻഷിപ്പ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേറ്റ് ചെയ്ത് പോകുന്നവരായിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ്, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഡെലിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ഡെലിഗേഷൻ കേട്ടിട്ടുണ്ടോ? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രതിനിധി ഉത്തരവാദിത്തം. പ്രതിനിധി ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, പ്രതിനിധി സംഘം, സംഘം എന്നാണോ? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. അതായത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ. ഇപ്പൊ സ്റ്റാഫിന് ഓരോ സ്റ്റാഫിനും ചിലപ്പോൾ ഒരു സ്റ്റാഫിന് പേഷ്യൻസിന്റെ ഇപ്പൊ ഇഞ്ചക്ഷൻ കൊടുക്കുക, മെഡിസിൻ കൊടുക്കുക, ഒരു സ്റ്റാഫിന് മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുക അല്ലെ, എന്നിങ്ങനെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും അതാത് ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ അവരവരുടെ ഡ്യൂട്ടീസ് അവരവൻ റെസ്പോൺസിബിലിറ്റി കിട്ടിയിരിക്കണം. മീൻസ് അവന്റെ ഉത്തരവാദിത്തം എന്താണോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, എല്ലാ കാര്യങ്ങളും അസൈൻമെന്റ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം പ്ലാനഡ് ആയിരിക്കണം. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. വെൽ അറേഞ്ച്ഡ് മീൻസ് ഒരു ക്രമീകരിച്ച ഉദ്യോഗസ്ഥർക്ക്, അതായത് അവിടുത്തെ സ്റ്റാഫിനെ ക്രമീകരിച്ചിട്ടുള്ള ഒരു ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ കൃത്യമായിട്ട് നമ്മൾ എത്തിയിരിക്കണം. അപ്പൊ അവർക്ക് ഇപ്പൊ ഷിഫ്റ്റിംഗ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ആ കൃത്യസമയം തന്നെ അവരെ പാലിച്ചിരിക്കണം. ലാസ്റ്റ് വൺ, ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ അല്ലെ. അതായത് ഒരു നല്ലൊരു ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം വാർഡിനുള്ളിൽ. അതായത് ടീച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ പേഷ്യൻസിനോട് നമുക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നമുക്ക് അവിടെ നിൽക്കുന്ന നഴ്സുമാരോട് ചോദിക്കാം. സോ ആ പേഷ്യൻസിന് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്യുക, അവരൊന്ന് സൂപ്പർവിഷൻ ചെയ്യാം, ഒരു മേൽനോട്ടം വഹിക്കണം, അവിടെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ ഒരു മേൽനോട്ടം വഹിക്കണം, അവർക്ക് വേണ്ടുന്ന കെയറുകൾ കൊടുക്കുക. പിന്നെ അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർക്ക് നല്ലൊരു പരിചരണം, മീൻസ് ഒരു ടീച്ചിങ്, ഒരു എന്താ പറയാ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. നമുക്കിപ്പോ അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, മെഡിസിൻസിനെ കുറിച്ചോ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചോ അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ അവരൊന്ന് സൂപ്പർവൈസ് ചെയ്യുക.
ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണെങ്കിൽ മാത്രമേ നല്ലൊരു വാർഡാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു വാർഡ് ഫോളോ ചെയ്യണമെങ്കിൽ, ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം, കൃത്യസമയത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെന്താണ് പേഷ്യൻസിന് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്യാം, റിപ്പോർട്ട്സ് ഒക്കെ കൃത്യമായിരിക്കണം, ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കൊടുക്കണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യണം, നല്ലൊരു ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മളൊരു നല്ലൊരു വാർഡിനെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണ് എല്ലാവർക്കും? പോയിന്റ്സ് കുറച്ചധികം ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് പഠിക്കാനുണ്ടല്ലോ. നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. then നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ അത്യാവശ്യം 1-2 പ്രാവശ്യം വായിച്ചവരാണെങ്കിൽ ഒക്കെയാണ്. then ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഇനി കുറച്ച് പോയിന്റ്സുകളാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ചിലർക്ക് കുറച്ച് ഉറക്കമൊക്കെ വരും, കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നിയേക്കാം. കുഴപ്പമില്ല, നമ്മൾ മാക്സിമം ബോറടിപ്പിക്കാത്ത രീതിയിൽ എടുത്തു പോകാം. ഈ പോയിന്റ്സുകൾ നമുക്ക് അതുപോലെ തന്നെ വായിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ തിയറി ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് എന്താണോ അത് തന്നെ നമ്മൾ പഠിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഡെലിഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിനിധി ഉത്തരവാദിത്തം. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരു സ്റ്റാഫിന് ഒരു നഴ്സിനാണെങ്കിൽ ഇഞ്ചക്ഷന്റെ ഡ്യൂട്ടി ആ ഒരു നഴ്സിനായിരിക്കും. ചിലപ്പോൾ ഒരാൾ മെഡിക്കൽ റെക്കോർഡ് എഴുതുന്നതായിരിക്കും. സോ ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ടും ചെയ്യുക. ഓക്കെ, അതാണ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റിയുടെ അർത്ഥം. ഫോർത്ത് വൺ ഏതായിരുന്നു? ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. കൃത്യസമയത്ത് തന്നെ ആ ഒരു ദിവസം ആരംഭിക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് വൺ പറയുന്നത് വാർഡിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസുകളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം എന്ന്. നഴ്സസിനെ നമ്മൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. ഓറിയന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഷ്കരണം, പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിനെ എടുക്കുക. പോയിന്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇത്രയും പോയിന്റ്സ് പോയി പാട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ മനസ്സിലാക്കി പഠിക്കുക നിങ്ങള്. 16-ാമത്തെ ഏതായിരുന്നു? വെൽ പ്ലാൻഡ് ആണോ? അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ ആണോ ചോദിച്ചത്? അതായത് ഓരോ വ്യക്തികൾക്കും നിശ്ചയിച്ചിട്ടുള്ള, ഇപ്പൊ ഷിഫ്റ്റിംഗ് ടൈം ഒക്കെ ആണെങ്കിൽ കൃത്യസമയത്ത് ഒരു വർക്കിൽ വരിക, വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കൃത്യസമയത്ത്. കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സുകള്. ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്.
ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് നല്ലൊരു ഗുഡ് വാർഡ് മാനേജ്മെന്റ് ആവണമെങ്കിൽ അതിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും നടക്കില്ലല്ലോ, വലിയ ക്ലാസ്സിലാരും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക്, സെക്രട്ടറി ഓർ സെക്രട്ടറി. അതായത് ഇനി നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വാർഡിനുള്ള മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് വാർഡ്, നല്ലൊരു വാർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം അല്ലെ. പിന്നെ നമ്മൾ വാർഡിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ആ വ്യക്തികളുടെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വീണ്ടും കുറച്ച് പോയിന്റ്സുകളാണ് ഇനി അങ്ങോട്ട്. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പേഴ്സണും നമ്മൾ പരിചയപ്പെടുന്നു, അവരുടെ ഡ്യൂട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാക്കാൻ പഠിക്കണം കേട്ടോ ഇത്. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി, ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. കമ്പൈലിംഗ്, നിർബന്ധമായും പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സുകളും തയ്യാറാക്കണം. ദെൻ കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടൻസ് അതായത് കത്തിടപാടുകൾ. കത്തിടപാടുകൾ മീൻസ് മെയിലുകൾ വരുമല്ലോ. ഈ മെയിൽസ് ഒക്കെ വരുമ്പോൾ അതിന് റിപ്ലൈസ് കൊടുക്കുക. മെയിലിന് മറുപടി അയക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിർബന്ധമായും പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ടുകൾ റെക്കോർഡ് ചെയ്യണം, റിപ്പോർട്ട്സ് ചെയ്യണം. ദെൻ മെയിലുകൾക്ക് എന്ത് ചെയ്യാം? മറുപടി അയക്കുക. രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് നീഡ് അസസ്മെന്റ്, meeting quality standard for service and evaluation of customer satisfaction. കസ്റ്റമർ, ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? കസ്റ്റമർ എന്ന് പറയുന്നത് ആരാ? ഹോസ്പിറ്റലിലെ കസ്റ്റമർ. ഹോസ്പിറ്റലിലെ കസ്റ്റമർ പേഷ്യന്റ് ആണ് അല്ലെ. സോ പേഷ്യന്റിന്റെ നീഡ്സ് അസസ്മെന്റ്, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ വിലയിരുത്തണം. എന്തൊക്കെയാണെന്ന് അറിയുക. മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസ്, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ദെൻ കസ്റ്റമറുടെ സംതൃപ്തിയെ ഇവാലുവേറ്റ് ചെയ്യുക. കസ്റ്റമറിന്, പേഷ്യന്റിന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളിൽ അവൻ സംതൃപ്തി ഉണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഒന്നുകൂടി പറയാട്ടോ, ശ്രദ്ധിക്കാം. കസ്റ്റമർ നീഡ് അസസ്മെന്റ്, ദാറ്റ് ഈസ് പേഷ്യന്റിന്റെ ആവശ്യങ്ങളെ വിലയിരുത്തണം. മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസസ്, അവന് കൊടുക്കുന്ന സേവനങ്ങൾ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങള് ക്വാളിറ്റി ഉണ്ടോ, സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണോ എന്ന് നമ്മൾ നോക്കണം. ദെൻ ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തി ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സേവനങ്ങളില് പേഷ്യന്റ് സംതൃപ്തനാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ രണ്ട് പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ ആദ്യത്തെ രണ്ട് പോയിന്റ്? യെസ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ്, അതായത് ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം. അതായത് എല്ലാ കാര്യങ്ങളിലും അവരെ ഹെൽപ്പ് ചെയ്യുക. Then ensure appropriate maintenance of patient care unit. Patient care unitലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഭംഗിയാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പേഷ്യന്റ് കെയർ യൂണിറ്റിലേക്ക് വേണ്ടി ചെയ്യുക. സ്റ്റാഫുകൾക്ക് ഹെൽപ്പും ചെയ്യണം. ദെൻ പേഷ്യന്റ് യൂണിറ്റിലോട്ട് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക. ഓക്കെ ഓക്കെ, left hand side. Then next one, administer efficient communication network and manage flow of traffic. Administer efficient communication network, ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേഷന്റെ ഒരു രീതിയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന്. സ്റ്റാഫുകളോടും പേഷ്യൻസിനോടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. Then manage flow of traffic, ട്രാഫിക്കിന്റെ ആ ഒരു ഒഴുക്കിനെ മാനേജ് ചെയ്യണമെന്ന്. ഇവിടെ ട്രാഫിക്കിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോഡിൽ ട്രാഫിക് ആണോ ഉദ്ദേശിക്കുന്നത്? ആണോ?
ഒന്ന് ആലോചിച്ച് നോക്കി. ഹോസ്പിറ്റലിൽ ട്രാഫിക് എന്ന് പറയുന്നത് യെസ് പേഷ്യൻസിന്റെ ആ ഒരു വരവ് അല്ലെ. പേഷ്യൻസ് ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഹോസ്പിറ്റലിൽ ഇല്ലേ. ചില സമയത്ത് പേഷ്യൻസ് കുറവായിരിക്കും. ചില സമയത്തൊക്കെ ഭയങ്കര പേഷ്യൻസ് ക്യൂ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് വരെ വരും. എക്സ്പെഷ്യലി നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കാണാറുണ്ട്. ഈ ക്യൂ വന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്തേക്ക് വരെ എത്തി കാണാറില്ലേ നിങ്ങൾ ആരും പോവാറില്ലേ? എക്സാമ്പിൾ പറയുമ്പോൾ അല്ലെ. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേഷ്യൻസ് കൂടുമ്പോൾ തിരക്ക് വരും. സോ ആ ഒരു ടൈമിൽ അതിനൊക്കെ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യാം. ക്യൂ ഒക്കെ നിലനിർത്തി അതെന്ത് ചെയ്യാം? മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ 4 പോയിന്റ്, 5ാമത്തെ പോയിന്റ് കൂടി ഞാൻ വായിക്കാം കേട്ടോ. നോക്കാം. പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ്. എല്ലാ നഴ്സുമാരെയും ഒന്ന് അസിസ്റ്റ് ചെയ്യണം. അസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാം നഴ്സസ്. Then ensure appropriate cleanliness of all units. ഹോസ്പിറ്റലിലെ എല്ലാ യൂണിറ്റുകളും ക്ലീൻ ആണോ എന്ന് ഉറപ്പുവരുത്തുക. മീൻസ് അവിടെ നല്ല വൃത്തിയുണ്ടോ, ഇപ്പൊ വാർഡിലാണെങ്കിലും അല്ലെങ്കിൽ റൂമുകളിലും എല്ലാം വൃത്തിയുള്ളൊരു ചുറ്റുപാടാണോ എന്ന് ഉറപ്പുവരുത്തണം. വൃത്തിയില്ലാന്നുണ്ടെങ്കിൽ അത് ക്ലീനിങ് സ്റ്റാഫുകളെ അറിയിച്ച് അവരെ കൊണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക. ഓക്കെ, നഴ്സസിനെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് ടോട്ടൽ ആയിട്ട് 5 പോയിന്റ്, ആദ്യത്തെ 5 പോയിന്റ് ആണ് ഇപ്പൊ നമ്മള് വായിച്ചത്. 5 പോയിന്റ് ക്ലിയർ ആണല്ലോ അവർക്കും? ഒന്ന് വായിച്ചു നോക്കി. ആദ്യത്തെ 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കണം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണോ? പോയിന്റ്സുകൾ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ അണ്ടർലൈൻ പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യാൻ പറയാഞ്ഞത്. പോയിന്റ്സുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. കാരണം ഇപ്പൊ ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ അത് വായിച്ചൊന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ അത് പ്രത്യേകം പഠിക്കണം. കാരണം ഇനിയിപ്പോ നമ്മൾ ഇപ്പൊ എടുക്കുന്നത് വാർഡ് ക്ലർക്കും സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു വ്യക്തിയെ പരിചയപ്പെടും. ഏകദേശം അവരുടെ എല്ലാ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി എന്താ പറയാ ഒരേപോലെയൊക്കെ തോന്നും. എങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സോ പഠിച്ചു വെക്കണം. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അത്യാവശ്യം നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കാം. ബൈഹാർട്ട് ചെയ്യാനല്ല, ഒരു 3-4 പ്രാവശ്യം വായിക്കാം. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. ആദ്യത്തെ 5 പോയിന്റ് ആണ് കേട്ടോ വായിക്കാൻ പറഞ്ഞത്. 5 പോയിന്റ് വായിക്കാം. ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? അതായത് റെക്കോർഡ്സുകൾ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സും റിപ്പോർട്ട്സ് ഒക്കെ നിർബന്ധമായിട്ടും ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ദെൻ കറസ്പോണ്ടൻസ്, അതായത് മെയിലുകളൊക്കെ വരുമ്പോൾ അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? 5 പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Maintain and update patient database on computers and notify nursing staff on all diagnosis. പേഷ്യൻസിന്റെ വിവരങ്ങള്, പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുകയും then notify nursing staff on all diagnosis. എല്ലാ ഡയഗ്നോസിസ്, അതായത് ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ നഴ്സുമാരെ അറിയിക്കണം, അവർക്ക് നോട്ടിഫൈ ചെയ്യണം. റിസൾട്ടുകളൊക്കെ ഉണ്ടല്ലോ, ലബോറട്ടറിയിൽ നിന്നുള്ള റിസൾട്ടുകളും മറ്റും നഴ്സസിനെ അറിയിക്കുക. Then coordinate with the various departments and ensure proper services and supplies of unit. ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും വേരിയസ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം, അതായത് സഹകരിച്ച് പ്രവർത്തിക്കുക. എൻഷുർ പ്രോപ്പർ സർവീസ് ആൻഡ് സപ്ലൈസ് ഓഫ് യൂണിറ്റ്. ഒരു ഹോസ്പിറ്റലിലെ ഓരോ യൂണിറ്റിലും പ്രോപ്പർ ആയിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഇതിനാവശ്യമുള്ള വസ്തുക്കൾ, ഓരോ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, സാധനങ്ങൾ, ഓരോ യൂണിറ്റിലേക്കും ആവശ്യമായിട്ടുള്ള സപ്ലൈസും സേവനങ്ങളും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, prepare and update patient chart with ancillary reports and forms from various departments. Ancillary reports എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് സഹായകമായിട്ട്, അതായത് അപ്ഡേറ്റ് പ്രിപ്പയർ പേഷ്യന്റ് ചാർട്ട്, അതായത് പേഷ്യന്റിന്റെ ചാർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഫോംസിന്റെ ഒക്കെ ആ ഒരു അതിന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കൂടി ശേഖരിച്ചിട്ട് റിസൾട്ട് ഒക്കെ ആണെങ്കിൽ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യാവുന്ന പേഷ്യൻസിന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. Then maintain discharge summary reports for all patients and keep records of all patients. ഡിസ്ചാർജ് സമ്മറി, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി കഴിയുമ്പോൾ ഒരു ഡിസ്ചാർജ് സമ്മറി തരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടാവും, നമ്മള് കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടോ? ഡിസ്ചാർജ് സമ്മറി ചെറിയൊരു കാർഡ് പോലെ ആയിരിക്കും. വായിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങള്? ഡിസ്ചാർജ് സമ്മറിയില്ല പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ ഉണ്ടാകും. ആ പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ടൈമിൽ തുടങ്ങി അതുവരെ അവിടെ കൊടുത്തിട്ടുള്ള മെഡിസിൻസുകളുടെ ഡീറ്റെയിൽ, ഇഞ്ചക്ഷൻസുകൾ ഉണ്ടാവും, ഡിസ്ചാർജ് ടൈം ഉണ്ടാവും, രോഗത്തെ കുറിച്ചിട്ടുണ്ടാവും. ഇനി വല്ല എക്സ്ട്രാ എന്തെങ്കിലും നമ്മള് എന്താ പറയാ സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ പറയുന്നത് പേഷ്യൻസിന്റെ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മളുടെ സൂപ്പർവൈസർ വാർഡ് ക്ലർക്കിനുള്ളത്. ആ വാർഡിൽ വന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആ പേഷ്യൻസുകളുടെ ഡിസ്ചാർജ് സമ്മറി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഇപ്പൊ പേഷ്യന്റിനെ ആൻഡ് സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD ആഫ്റ്റർ ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിൽ വിട്ട് പോകുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് MRDയിലോട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. MRD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എഴുതി വെക്കുക കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറി കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ഡിസ്ചാർജ് മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് MRDയിലോട്ട് അയക്കണം. ഓക്കെ, അടുത്ത പോയിന്റ്, administer medical records for all physician and medical staff and maintain records of attendance. അല്ലെ, അതായത് എന്തിവിടെ പറയുന്നത്? എല്ലാ ഫിസിഷ്യന്മാർക്കും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾക്കും മെഡിക്കൽ റെക്കോർഡ്സുകൾ കൊടുക്കാൻ വേണം. അതില് ഹാജർ രേഖകൾ, അതായത് പേഷ്യൻസിന്റെ അറ്റൻഡൻസ് അതിനകത്ത് രേഖപ്പെടുത്തണം. വരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. Monitor all emergency call and evacuate facilities when required. എല്ലാ എമർജൻസി കോളുകളും അറ്റൻഡ് ചെയ്യണം.
Then evacuated facilities when required. Evacuate ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒഴിവാക്കാന്ന്. അതായത് ഇപ്പൊ അത്ര അർജന്റ് അല്ലാത്ത കോളുകളാണെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കാന്ന്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എമർജൻസി കോളുകളൊക്കെ ആണെങ്കിൽ അത് നിരീക്ഷിക്കണം, മോണിറ്റർ ചെയ്യാം. ദെൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവാക്യുവേറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർ നമ്മുടെ കൗൺസിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതും ഇപ്പോ ECG, എക്കോ പോലുള്ള കേസ് നമ്മള് ECG, എക്കോ ഒക്കെ പേഷ്യന്റിന് എടുക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മെഡിക്കൽ റെക്കോർഡ്സ് രേഖപ്പെടുത്തണം. ECG അറിയാലോ, ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ വായിച്ചത്. പ്രൊവൈഡ് അസിസ്റ്റൻസ് തുടങ്ങിയില്ലേ? അവിടെ വരെയല്ലേ വായിച്ചു നിർത്തിയത്? Then maintain and update തുടങ്ങി ലാസ്റ്റ് വൺ വരെ ഒന്ന് വായിക്കുക കേട്ടോ. വായിച്ചു നോക്ക്, മനസ്സിലാക്കി വായിക്കണേ. സിക്സ്ത് പോയിന്റ് എന്താ പറഞ്ഞത്? അതായത് കമ്പ്യൂട്ടറിൽ പേഷ്യൻസിന്റെ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ നമ്മള് പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ഡയഗ്നോസിസ്, രോഗനിർണയം, ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ലബോറട്ടറി ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ എന്ത് ചെയ്യാം? നഴ്സസിന് നോട്ടിഫൈ ചെയ്യണം. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ എട്ടാമത്തെ പോയിന്റ്, പേഷ്യൻസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന്. ആൻസിലറി റിപ്പോർട്ട്സ് വാങ്ങിച്ചിട്ട്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എക്സ്റേ എടുത്തിട്ടുണ്ടോ, സ്കാൻ ചെയ്തിട്ടുണ്ടോ, ലബോറട്ടറി ടെസ്റ്റ് ഉണ്ടോ, ഇതിന്റെ എല്ലാം റിസൾട്ട് ഒക്കെ വാങ്ങിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. പതിനൊന്നാമത്തെ എന്താ പറഞ്ഞത്? എമർജൻസി കോളുകൾ അറ്റൻഡ് ചെയ്യണം. ആവശ്യമില്ലാത്ത കോളാണെങ്കിൽ അത് ഇവാക്യുവേറ്റ് ചെയ്യാം. ഏഴാമത്തെ പോയിന്റ് എന്തായിരുന്നു? മറ്റു ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ വാർഡ് മാത്രമല്ല, ഹോസ്പിറ്റലിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. സോ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും നല്ലൊരു കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ആവശ്യമായിട്ടുള്ള ഓരോ യൂണിറ്റിലേക്കും ആവശ്യമായിട്ടുള്ള, ഇപ്പോ വാർഡിലേക്കും അല്ലെങ്കിൽ മറ്റു റൂമുകളിലേക്കും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്, പേഷ്യൻസിന് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, എട്ടാമത്തെയാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പേഷ്യൻസിന്റെ ഇപ്പൊ റിസൾട്ട് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? റിപ്പോർട്ട് തയ്യാറാക്കുക.
കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും? ഓക്കെ, നമ്മൾ നോക്കിയത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. വാർഡ് ക്ലർക്കിന്റെയും സെക്രട്ടറിയുടെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ്. കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കിയത് പഠിക്കുക കേട്ടോ. ബൈഹാർട്ടൊന്നും ചെയ്യണ്ട, മനസ്സിലാക്കി പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വൺ, ഇനി അടുത്തൊരു വ്യക്തിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേഴ്സൺസിനെയും അവരുടെ ഡ്യൂട്ടീസ് ആണ് നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, ഫ്ലോർ മാനേജർ ഇൻ വാർഡ്. വാർഡിനുള്ളില പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെയും ഫ്ലോർ മാനേജറിന്റെയും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടീസ്. ഓക്കെ, ഇപ്പൊ എക്സിക്യൂട്ടീവിനും ഫ്ലോർ മാനേജർക്കുമുള്ള കോമൺ ആയിട്ടുള്ള അവർ രണ്ടുപേരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. എ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈസ് എ പ്രൊഫഷണൽ. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, വായിച്ചതിന് ശേഷം മതി. A patient care executive is a professional who is specialized in helping people who are recovering from diseases or disability. Underline ചെയ്യാട്ടോ. Patient care executive എന്ന് പറയുന്നത് is a professional. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. Who is specialized in. എന്തിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? Specialized in helping people who are recovering from diseases or disability. ഒരു ഡിസീസിൽ നിന്നോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയിൽ നിന്നോ റിക്കവറിംഗ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഒരു രോഗാവസ്ഥയിൽ നിന്നും അതൊന്ന് ഭേദപ്പെട്ട് വരുമ്പോൾ നമ്മൾ ആ പേഷ്യൻസിന് വേണ്ടുന്ന ഹെൽപ്പും സഹായങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അവരോടൊപ്പം പോയി അവരുടെ നീഡ്സും എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം, അവരെ ആ ഒരു എന്താ പറയാ ഒരു ഇതിനകത്തോട്ട് പുതിയൊരു ലൈഫിലൂടെ എത്തിക്കുക. ഇതാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഇവിടെ വായിക്കാം, സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. A patient care executive is a professional who is specialized in helping people who are recovering from diseases or disability. Okay, underline ചെയ്യാം കേട്ടോ അവിടെ വരെ. He or she, he ആവാം she ആവാം, monitors the performance of patient care service. പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളെ മോണിറ്റർ ചെയ്യുന്നു. Compares it to government agency standards and make adjustment if necessary. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു, സേവനങ്ങളെ മോണിറ്റർ ചെയ്യും. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് മോണിറ്റർ ചെയ്തിട്ട് അതിന് നമ്മള് കമ്പയർ ചെയ്യുന്നതാണ്. ഇത് ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ്, ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡിൽ കമ്പയർ ചെയ്യുന്നു. ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ടോ, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് മേക്സ് അഡ്ജസ്റ്റ്മെന്റ് ഇഫ് നെസസറി. ഇനി അവിടെ നമ്മൾ വിലയിരുത്തുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നെസസറി ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ അതിന് പോരായ്മകളെ മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യുമ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ് ആ ഹോസ്പിറ്റലിൽ. അപ്പൊ എന്താണ് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ കണ്ടെത്തിയെങ്കിൽ കുറച്ചും കൂടി അത് ബെറ്റർ ആക്കാനായിട്ടുള്ള പുതിയ നടപടികൾ സ്വീകരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു? ബെറ്റർ ആക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കും. ഓക്കെ, ഇതാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോ പേഷ്യൻസ് അസുഖത്തിൽ നിന്നോ ഡിസീസിൽ നിന്നോ ഡിസബിലിറ്റിയിൽ നിന്നോ അസുഖം പ്രാപിച്ചിട്ടുള്ള ആളുകളെ വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അവര് എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ സർവീസസ്, പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങള് നമ്മള് മോണിറ്റർ ചെയ്യുന്നു. മോണിറ്റർ ചെയ്തിട്ട് അത് ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് ഏജൻസിയുമായിട്ട് കമ്പയർ ചെയ്യും. മീൻസ് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ വിലയിരുത്തും. Then make adjustment if necessary. ഇനി അപ്പൊ നോക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള രീതിയിൽ അതിനെ നമ്മൾ കുറച്ചും കൂടി പോരായ്മകളൊക്കെ മാറ്റി പുതിയ പുതിയ രീതികളൊക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ആ പാരഗ്രാഫ് മാത്രം വായിക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആരാണെന്നുള്ളതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്.
വായിച്ചോ അത്രയും? ഓക്കെ ആണോ? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓക്കെ. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്, അതായത് ജോബ് ഡ്യൂട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഒന്നാമത്തെ ജോബാണ് എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ് ഫ്ലോർ. ഫ്ലോറിലും ആ വാർഡിലുമുള്ള ഡിസിപ്ലിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്നും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ പറയുന്നത്. എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർ. ചെക്ക് നോയ്സ് ലെവൽ. നോയ്സ് ലെവൽ ചെക്ക് ചെയ്യണം എന്ന്. ഇപ്പൊ വാർഡിലാണെങ്കിലും ആ ഒരു ഫ്ലോറിലാണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും നോയ്സ് ലെവൽ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള സൗണ്ട്സ് വന്നിട്ടുണ്ടോ? ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാകും അല്ലേ? അപ്പൊ ചിലപ്പോ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും വാർഡിൽ കിടക്കുന്ന പേഷ്യൻസുകൾക്ക്. അടുത്ത ഏതെങ്കിലും ഇപ്പൊ ജനറേറ്ററോ മറ്റെന്തെങ്കിലും മെഷീൻസുകൾക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ അനുഭവം ഉണ്ടോ? എന്തെങ്കിലും മെഷീനുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പൊ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ അത് ഡിസ്റ്റർബ് ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെക്ക് നോയ്സ് ലെവൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ഡിസ്റ്റർബ് മറ്റേതെങ്കിലും സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് നോക്കുക. ആവശ്യത്തിന് പേഷ്യൻസിന് അനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോ ഡ്യൂട്ടിയിൽ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തുക. എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. നഴ്സിംഗ് കോൾസിന് അബ്രപ്റ്റ് റെസ്പോൺസ് കൊടുക്കുക. അബ്രപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അബ്രപ്റ്റ് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യണം. നഴ്സുമാര് വിളിക്കുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യുക. ദെൻ മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഓരോ സ്റ്റാഫിനെ നിരീക്ഷിക്കണം. ദെൻ അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും, പേഷ്യൻസിനോട് അവർ എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെ, അവരെങ്ങനെയാണ് പേഷ്യൻസിനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിനിൽ നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ ചെയ്യേണ്ട ഡ്യൂട്ടി ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ട ഡ്യൂട്ടീസ്. പറയുന്നത് ക്ലിയർ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഡിസ്റ്റർബ്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? വായിച്ചു എല്ലാവരും? ജോബ് ഡിസ്ക്രിപ്ഷനിലെ ഡിസിപ്ലിന്റെ പോയിന്റ് ആണ് നമ്മൾ വായിച്ചത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്നത് ഓരോ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അത് ഇന്നത്തെ ക്ലാസ്സില് ഒന്നാമത്തെ പോയിന്റ് വരെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഡിസിപ്ലിന്റെ ആ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി പോയിന്റ്സ് കുറച്ചും കൂടി ഒരു 5 പോയിന്റ്സ് കൂടി ഉണ്ട്. ടോട്ടൽ 5 പോയിന്റ്സ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്കത് എടുക്കാം. കാരണം ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. ഒന്നാമത്തെ പോയിന്റ്സ് വരെ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? വായിച്ചു നോക്കിയില്ല എല്ലാവരും? ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ ഭാഗം നന്നായിട്ട് പഠിക്കാം നിങ്ങൾ. ഓക്കെ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കണം. പോയിന്റ്സ് അധികം ഉണ്ട്. ഇനി അടുത്തൊരു സെക്ഷനിലോട്ടും ഇതുപോലെ ഓരോ വ്യക്തികളെ കുറിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ്. ഓക്കെ, താങ്ക് യു ഓൾ.